പല പെർഫ്യൂംസിന്റെ ബോക്സിന്റെ അടിയിലും പൊടി പെർഫ്യൂമ് അല്ലെങ്കിൽ പെർഫ്യൂമ് എക്സ്ട്രാക്ട് പെർഫ്യൂമ് കോൺസെൻട്രേഷൻസ് ആണ്. ഈ കോൺസെൻട്രേഷൻസ് മോസ്റ്റ്ലി ഉണ്ടാവാറ് പല രീതിയിലുള്ള കോൺസെൻട്രേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ഓയിലിൽ നിന്ന് ഇതിന്റെ പെർഫ്യൂമിലേക്ക് മാറ്റുമ്പോൾ ആഡ് ചെയ്യുന്ന എത്തനോളിന്റെ ഒരു വോളിയമാണ് സൂചിപ്പിക്കുന്നത്. ഡിസൈനർ അല്ലെങ്കിൽ നീച്ച് പെർഫ്യൂംസിന്റെ താഴെ നോക്കിയാലും താഴെ വോളിയം എന്ന് എഴുതിയിട്ടുണ്ടാവും. VOL 80% എന്ന് പറഞ്ഞാൽ 80% അതിൽ എത്തനോളാണ്, ബാക്കി 20% ഫ്രാഗ്രൻസ് ഉണ്ടാവും. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവാൻ എന്താ വെച്ചാൽ ഏറ്റവും ആദ്യം ഡിയോഡറന്റ് ആണ്. ഡിയോഡറന്റ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോം. ഡിയോഡറന്റിന് രണ്ട് രീതിയിൽ വരും, ഗ്യാസ് ഉള്ളതുകൊണ്ട് പിന്നെ അല്ലാതെ എത്തനോൾ ബേസ്ഡുണ്ട്. തൊട്ട് മേലെ ഓഫ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമായിട്ട് അത് അത്ര അധികം കാണാറില്ല. അതായത് ഡിയോഡറന്റ് ജസ്റ്റ് 1% അതിൽ പെർഫ്യൂം ഉള്ളൂ. ഓഫ് ഫ്രഷ് എന്ന് പറയുമ്പോൾ up to 3% വരെ ഉണ്ടാവും. പിന്നെ കൊളോണ് up to 4 വരെ വരും. പിന്നെ കൊളോണില് മേലെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് കാണുന്ന EDT അഥവാ ഓടെ ടോയ്ലറ്റ്. അത് പറഞ്ഞാല് 5 to 15% വരെ ഉണ്ടാവും. പിന്നുള്ളത് EDP അഥവാ ഓടെ പെർഫ്യൂം. ഓടെ പെർഫ്യൂം കുറച്ചുകൂടി പ്രീമിയാണ്. അത് നമുക്കൊരു 20% വരെ ഉണ്ടാവും. EDP ആണ് ആളുകൾ കുറച്ചും കൂടി ഒരു വാല്യൂ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ EDP ആണോ എന്നൊക്കെ നോക്കും. സോ നോർമലി കാണുന്നത്. പിന്നെ അതിന്റെ മേലുള്ളതാണ്, അത് അത്ര കോമൺ ആയിട്ട് കാണൂല. പെർഫ്യൂം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഡി പെർഫ്യൂം, ചിലർ പ്യുവർ പെർഫ്യൂം നേടും, പിന്നെ എലിക്സിർ നേടും. ഇങ്ങനെ 4 രീതിയിൽ വരുന്നുണ്ട്. 25 വരെ ഉള്ളതിന് പെർഫ്യൂം എന്ന് വിളിക്കും. അത് ഡിപ്പെൻസ് ആണ്. അതിന് അങ്ങനെ അതിന് മേലോട്ട് എത്രയും പോകും.